नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 77. ദന്തവക്രൻ, വിദൂരഥൻ, രോമഹർഷണൻ എന്നിവരുടെ വധം. പേജ് നമ്പർ 757. പരമപുരുഷന് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്നതിനെ സ്ഥിരീകരിക്കുന്നതാണ് ഭഗവാൻ ബലരാമന്റെ ഈ പ്രസ്താവം. അദ്ദേഹം രോമഹർഷണ സൂതനെ വധിച്ചത് അനുചിതമാണെന്നു കരുതിയാൽ പോലും മറ്റുള്ള എല്ലാവർക്കും കൂടുതൽ നേട്ടമുണ്ടാകുന്ന രീതിയിൽ പ്രതിക്രിയ ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനാൽ പരമപുരുഷന്റെ പ്രവൃത്തികളെ അനുകരിക്കാൻ ആരും പുറപ്പെടരുത്. ഭഗവാന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുകയാണു വേണ്ടത്. ഭഗവാൻ ബലരാമന്റെ പ്രവൃത്തി അനുചിതമാണെന്ന് അവിടെ കൂടിയിരുന്ന ജ്ഞാനികളായ ഋഷിമാർ കരുതിയെങ്കിലും കൂടുതൽ നേട്ടം ഉണ്ടാക്കിക്കൊടുത്ത് അതിൻ്റെ കുറവ് പരിഹരിക്കാനും ഭഗവാനു കഴിയുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. രോമഹർഷണനെ വധിക്കുക എന്ന ഭഗവാന്റെ ദൗത്യത്തിൽ നിന്നു വ്യതിചലിപ്പിക്കാതിരിക്കാനായി അവർ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാനെ, രോമഹർഷണ സൂതനെ വധിക്കാനുള്ള അങ്ങയുടെ കുശായുധത്തിൻ്റെ അസാധാരണമായ ഉപയോഗം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അവനെ വധിക്കുന്ന കാര്യത്തിൽ അങ്ങ് തത്പരനായിരുന്നതിനാൽ വീണ്ടും അവനെ ജീവിപ്പിക്കണ്ട. അതേസമയം ഋഷിമാരും ബ്രാഹ്മണരുമായ ഞങ്ങൾ അയാൾക്കു ദീർഘായുസ്സു നൽകിയത് സ്വമേധയാ ആണ്. അതിനാൽ ആ വരദാനം നിഷ്ഫലമാക്കുകയുമരുത്. ഇപ്രകാരം സദസ്സിലെ ബ്രാഹ്മണരുടെയും ഋഷിമാരുടെയും അഭ്യർത്ഥന വ്യക്തമാണ്. കാരണം മഹായാഗത്തിൻ്റെ അന്ത്യം വരെ അവർ രോമഹർഷണസൂതനു നൽകിയ ദീർഘായുസ്സ് എന്ന വരദാനം അതേപടി നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നു. അതേസമയം ബലരാമൻ നടത്തിയ നിഗ്രഹത്തെ വിഫലമാക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അതിനാൽ തൻ്റെ സമുന്നതമായ പദവിക്കു ചേരുന്ന വിധത്തിൽ പരമപുരുഷൻ പ്രശ്നം പരിഹരിച്ചു. അദ്ദേഹം പറഞ്ഞു, പുത്രനെ ഉത്പാദിപ്പിച്ച് പിതാവിൻ്റെ ശരീരത്തിൽ നിന്നാകയാൽ പുത്രൻ പിതാവിൻ്റെ പ്രതിനിധിയാണ്. അതിനാൽ രോമഹർഷണ സൂതൻ്റെ പുത്രനായ ഉഗ്രശ്രവസ് സൂതൻ ഇനി മുതൽ പിതാവിൻ്റെ പദവിയിലിരുന്ന് പുരാണങ്ങളെക്കുറിച്ചുള്ള സംവാദം തുടരണം. അതുപോലെ രോമഹർഷണനു ദീർഘായുസ്സുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ ഈ വരദാനം അയാളുടെ മകനിലേക്കു മാറ്റണം. അങ്ങനെ നിങ്ങൾ നൽകിയ എല്ലാ സൗകര്യങ്ങളും
ആരോഗ്യമുള്ള ശരീരത്തോടെ ഒരുവിധമായ ശല്യവുമില്ലാതെ പൂർണ്ണ ശക്തിയുള്ള ഇന്ദ്രിയങ്ങളും ദീർഘായുസ്സും പുത്രനായ ഉഗ്രശ്രവസ്സിന് ഉണ്ടായിത്തീരട്ടെ. രോമഹർഷണന്റെ പുത്രനു നൽകിയ അനുഗ്രഹങ്ങൾക്ക് പുറമെ തന്നോടു മറ്റെന്തെങ്കിലും വരം കൂടി ആവശ്യപ്പെടാൻ ഭഗവാൻ ബലരാമൻ ബ്രാഹ്മണരോടും ഋഷിമാരോടും സവിനയം അപേക്ഷിച്ചു. തക്ഷണം അതു നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ഇപ്രകാരം ഭഗവാൻ ഒരു സാധാരണ ക്ഷത്രിയ പദവിയിൽ നിന്നുകൊണ്ട് ഏതു വിധത്തിലാണ് രോമഹർഷണസൂതന്റെ വധത്തിനു പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്നു തനിക്കറിയില്ലെന്നും അവരുടെ ഏതു നിർദ്ദേശവും സ്വീകരിക്കാൻ തനിക്ക് സന്തോഷമേയുള്ളൂവെന്നും അവരെ അറിയിച്ചു. ഭഗവാന്റെ ലക്ഷ്യം ബ്രാഹ്മണർക്കും മനസ്സിലായി. അതിനാൽ തങ്ങൾക്കു നന്മ വരുത്തുന്ന എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാൻ അവർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അവർ പറഞ്ഞു, ഭഗവാനേ, ബല്വലൻ എന്നു പേരായ ഒരസുരനുണ്ട്. ഉൽവന്റെ പുത്രനാണയാൾ. എന്നാലയാൾ അതിശക്തനായ അസുരനാണ്. ഓരോ പക്ഷത്തിനും അമാവാസി, പൗർണമി നാളുകളിൽ അവൻ ഇവിടെ വന്നു ഞങ്ങളുടെ യാഗകർമ്മങ്ങളെ അലങ്കോലപ്പെടുത്താറുണ്ട്. ദശാർഹ വംശത്തിൽ പിറന്നവനെ, ഈ അസുരനെ വധിക്കാൻ ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു. ദയവായി അങ്ങ് അവനെ വധിക്കുമെങ്കിൽ അതാണ് ഞങ്ങൾക്കു വേണ്ടി അങ്ങേക്ക് ചെയ്യാവുന്ന പ്രായശ്ചിത്തമെന്ന് ഞങ്ങൾ കരുതുന്നു. ആ അസുരൻ കൂടെ കൂടെ ഇവിടെ വന്ന് ജലം, രക്തം, മലം, മൂത്രം, മദ്യം തുടങ്ങിയ മലിനവസ്തുക്കൾ ഞങ്ങളുടെ മേൽ വർഷിക്കുകയും വിശുദ്ധവേദികൾ കളങ്കപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ബല്വലനെ വധിച്ച ശേഷം 12 മാസക്കാലത്തേക്ക് അങ്ങ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു തീർത്ഥാടനം തുടർന്നാലും അങ്ങനെ അവിടുന്ന് മാലിന്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണ വിമുക്തനായി തീരും. ഇതാണ് ഞങ്ങളുടെ നിർദ്ദേശം. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ദന്തവക്രൻ, വിദൂരഥൻ, രോമഹർഷണൻ എന്നിവരുടെ നിഗ്രഹം എന്ന 77-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.